ഹായ് ഗൈസ്, ഇന്നിപ്പോൾ ജൂൺ 1 രാവിലെ കറക്റ്റ് 6 മണി. നമുക്ക് എല്ലാ 1 നന്നാവുന്നതിൻ്റെ അസുഖമുള്ളതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റു റെഡിയായി പണിക്ക് പോകണം. രാവിലെ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. എന്നാൽ പോലും രാവിലെ കുറച്ചും കൂടെ നേരത്തെ എണീറ്റ് ഇതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഉദ്ദേശമൊന്നുമില്ല, കുറച്ചായിട്ട് ഒരു പ്രോപ്പർ റുട്ടീനിലല്ല പോകുന്നതെന്ന് തോന്നുന്നു. ലൈക്ക് ഞാൻ കംപ്ലീറ്റ്ലി മെസ്റ്റപ്പായിട്ട് തോന്നിയ വഴിക്ക് നടക്കുന്നൊന്നുമല്ല, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്നാൽ ചെയ്യുന്നതൊന്നും ഓർഡറിലല്ല. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു എന്തായാലും നാളെ 1 ആണല്ലോ വരുന്നത്, ഇന്നലെ ഓർത്തു. അപ്പോൾ ഒരു 30 ഡേ ചലഞ്ച്. ആദ്യം ഞാൻ 75 ഡേ ചലഞ്ചാണ് ആലോചിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ഒട്ടും മോട്ടറില്ലാത്ത സാധനത്ത് നിന്ന് 75 ഡേ ഹാർഡ് ചലഞ്ച് പോലത്തെ സാധനത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞാൽ നിൽക്കും. അപ്പോൾ അത്രയ്ക്ക് കട്ടിയിലേക്കൊന്നും പോകണ്ട, ചെറിയ രീതിയിൽ നമുക്ക് വേണ്ട 1-2 സാധനങ്ങൾ മാത്രം വെച്ച് ഒരു 30 ഡേ ചലഞ്ച്. അപ്പോൾ എൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം, ഞാൻ ഒട്ടും എൻ്റെ ഉറക്കം പ്രോപ്പറല്ല, എല്ലാ ദിവസവും ഉറങ്ങുന്നുണ്ട്, പക്ഷേ ലൈക്ക് ഷെഡ്യൂൾ ഭയങ്കര മെസ്റ്റപ്പാണ്. അപ്പോൾ ഒരു പ്രോപ്പർ ഷെഡ്യൂളിൽ ഉറക്കം സെറ്റാക്കണം എന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ കണ്ണിൽ കണ്ടതെല്ലാം തിന്ന് നടക്കുന്നൊരു കാലമാണ്. സോ എല്ലാം കട്ട് ചെയ്യുന്നത് വിട്ട് ഷുഗർ എന്തായാലും കട്ട് ചെയ്യണം. കാരണം എനിക്കിപ്പോൾ എന്നെ അറിയുന്നവർക്കും അതുപോലെ എൻ്റെ റീൽസ് കാണുന്നവർക്കും കറക്റ്റായിട്ട് അറിയാം എനിക്ക് ഐസ്ക്രീം എന്തോരം ഇഷ്ടമാണെന്നും ഞാൻ എന്തോരം എനിക്ക് ക്രേവിങ്സ് ഒന്നും ഞാൻ സ്വീറ്റ്സ് ഉണ്ടാക്കി കഴിക്കുന്നു. സോ ഇത് രണ്ടും കമ്പൽസറി ആയിട്ട് കട്ട് ചെയ്തേ പറ്റുള്ളൂ. ഇത് കുറച്ച് ടൂ മച്ച് ആവുന്നു. അപ്പോൾ ഷുഗർ കട്ട് ചെയ്യണം. പിന്നെ വർക്കൗട്ട് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ കുറച്ചധിക കാര്യമായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് തുടങ്ങണം. പിന്നെ ഞാൻ പണ്ട് അത്യാവശ്യം കുറച്ച് വൃത്തിക്ക് വായിക്കുന്ന കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ചധിക കാലമായിട്ട് ഒന്നും വായിക്കുന്നുണ്ടായിരുന്നില്ല. ആ റിയലൈസേഷൻ വന്നിട്ട് ഞാൻ ഏപ്രിൽ തൊട്ട് കുറച്ച് വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പ്രോപ്പർ ട്രാക്കിൽ എത്തിക്കണം എന്നുണ്ട്. അതായത് എല്ലാ ദിവസവും എന്തെങ്കിലും വായിക്കുന്ന ഒരു സാധനത്തിലേക്ക്. അതിപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്, എന്നാൽ പോലും അതും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്. അതിപ്പോൾ ഫിക്ഷനും വേണം, നോൺ ഫിക്ഷനും വേണം. അപ്പോൾ ഫിക്ഷൻ വായിക്കുക, നോൺ ഫിക്ഷൻ വായിക്കുക എന്നുള്ളത് ഒന്ന്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ മീൽസും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത്. ഈ അടുത്തായിട്ട് ഒന്നും ശരിയല്ല. ഞാൻ കുറച്ചൊന്നും പറഞ്ഞാൽ കുറച്ച് കുറഞ്ഞു പോകും. അത്യാവശ്യം നല്ലപോലെ വൃത്തിക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട്. ഞാൻ പണ്ട് കൊല്ലത്തിലെ 4-5 വട്ടമാണ് കഴിഞ്ഞ കൊല്ലമൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ മാസം മാത്രം ഓർഡർ ചെയ്ത് കഴിച്ചതെന്ന് നോക്കിയാൽ ഭയങ്കര കൂടുതലാണ്. സോ എല്ലാ നേരവും ഈ മാസം ഒരു 30 ദിവസത്തേക്ക് ഒരു ഫുഡ് ഓർഡർ പോലും ഇല്ല, 0 ഫുഡ് ഓർഡേഴ്സ്. എല്ലാം വീട്ടിലുണ്ടാക്കി കഴിക്കണം. ഞാൻ വീട്ടിലുണ്ടാക്കുന്നുണ്ട്, പക്ഷേ പിന്നെ എനിക്കൊരു ആഗ്രഹം വരുമ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ വലിയ കാര്യത്തിൽ കുക്കുംബർ സാലഡ് ഉണ്ടാക്കി നോക്കി. കുക്കുംബർ സാലഡ് നല്ലതായിരുന്നു. ഞാൻ കുക്കുംബർ സാലഡൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കഴിച്ചുകൊണ്ട് ചിക്കൻ റൈസ് ഓർഡർ ചെയ്തു. ഞാൻ അടുക്കളയിൽ വെയിറ്റ് ചെയ്തിരുന്നു ഫുഡ് വരും വരെ, കുക്കുംബർ റൈസ് സാലഡ് കഴിച്ചുകൊണ്ട് ചിക്കൻ റൈസ് വരാൻ. ഞാൻ ചിക്കൻ റൈസ് വന്നപ്പോൾ അത് മേടിച്ച് മൂലയിൽ പോയി ഞാൻ ചിക്കൻ റൈസ് തിന്നു. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഒരു കാര്യമില്ല, എൻ്റെ ആഗ്രഹത്തിന് പുറത്ത് മാത്രം ഫുഡ് മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി കട്ട് ചെയ്തേ പറ്റുള്ളൂ. അത് ഭയങ്കര കൂടുതലാണ്, അത് തീരെ ശരിയാകുന്നില്ല. അതിൻ്റെ ബോഡിക്ക് നല്ലതല്ല, എൻ്റെ ബാങ്കിനും നല്ലതല്ല. സോ നമുക്ക് അത് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യണം. പിന്നെ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ പുതിയ എന്തെങ്കിലും പഠിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതിപ്പോഴേക്ക് ഒരു ഭയങ്കരമായ വലിയ കോഴ്സ് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അത്യാവശ്യം ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ലാത്തൊരു സാധനത്തെപ്പറ്റി ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ നോക്കൂ. അതിപ്പോൾ എല്ലാ ദിവസവും ഞാൻ യൂട്യൂബിനെ പറ്റി നോക്കണം എന്നല്ല, ലൈക്ക് എന്തെങ്കിലും ഒരു പുതിയ സാധനം എനിക്കിപ്പോൾ അറിയുന്നില്ല, അത് എന്നാൽ അരമണിക്കൂർ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകുന്ന അതാകുമ്പോൾ ലൈക്ക് നമ്മൾ എല്ലാ ദിവസവും അരമണിക്കൂർ കുറച്ചധികം പ്രൊഡക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് എത്ര അരമണിക്കൂർ നമ്മൾ ഒരു മാസം കൊണ്ട് പ്രോപ്പർ 15 മണിക്കൂർ എന്തെങ്കിലും വാല്യൂ ഉള്ള ഒരു ഇൻസൈറ്റ് നമുക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു അരമണിക്കൂർ എല്ലാ ദിവസവും അതിന് വേണ്ടി മാറ്റി വെക്കണം എന്നെനിക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ കുറച്ചധികം പോയിൻറ്റ്സ് ആയില്ലേ. അതായത് നമ്മൾ കംപ്ലീറ്റ്ലി ഷുഗർ കട്ട് ചെയ്യുന്നു, നമ്മൾ ഫുഡ് ഓർഡർ ക്യാൻസൽ ചെയ്യുന്നു, നമ്മൾ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നു, എല്ലാ ദിവസവും എന്തെങ്കിലും ഫിക്ഷനും നോൺ ഫിക്ഷനും വായിക്കുന്നു, ഉറക്കം സെറ്റാക്കുന്നു, എല്ലാ ദിവസവും എന്തെങ്കിലും അരമണിക്കൂർ പഠിക്കുന്നു. ഇതാണ് നമ്മൾ ഈ 7 സാധനമാണ് നമുക്ക് അടുത്ത ഒരു 30 ദിവസം നമ്മൾ ഒരു കാരണവശാലും നമ്മൾ തെറ്റിക്കാൻ ചെയ്യണം എന്നുള്ളത്. പിന്നെ ഇതിൽ ഞാനിപ്പോൾ എനിക്ക് നോർമലി ഉള്ളൊരു പ്രശ്നമാണ്, ഞാനൊരു സാധനം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ 5 ദിവസം ചെയ്തു, 6ാമത്തെ ദിവസം തെറ്റിക്കഴിഞ്ഞ് എൻ്റെ മൂഡ് പോയി. എന്നാലും ഞാൻ 7ാമത്തെ ദിവസം ഒന്നുകൂടെ ട്രൈ ചെയ്യും കേട്ടോ. 7ാമത്തെ ദിവസവും കൂടി എനിക്ക് എന്തെങ്കിലും കാരണവശാലും തെറ്റി എന്ന് വെച്ചു, 2 ദിവസത്തേക്ക് എനിക്കത് തെറ്റിയാൽ പിന്നെ എനിക്കത് തെറ്റി, ഞാൻ പിന്നെ കംപ്ലീറ്റ്ലി ബാക്ക് ഒന്നിനും തുടങ്ങണം. അപ്പോൾ ഈ ഒന്നിനും തുടങ്ങാൻ പോകുന്ന ദിവസം ഇപ്പോൾ ഈ 7ാമത്തെ ദിവസം ഫോർ എക്സാമ്പിൾ ഒരു വ്യാഴാഴ്ച ആണെന്ന് വെച്ചോ, ഞാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ, തിങ്കളാഴ്ച വരട്ടെ, തിങ്കളാഴ്ച തൊട്ട് നമുക്കൊന്നും തുടങ്ങാം.
അല്ലെങ്കിൽ ഇപ്പോൾ ഈ 7ാമത്തെ ദിവസം ഒരു 7ാം തീയതി ആണെന്ന് വിചാരിച്ചു, എനിക്കൊരു 10ാം തീയതി ആണോ നന്നാവാൻ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ 1ാം തീയതി ചെയ്യാൻ വന്നേക്കുന്നത്, അത് വേറെ കാര്യം, അത് മാറ്റി വെക്കുക, അതല്ല. പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ ഗോൾ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ദിവസം തെറ്റിപ്പോയി കഴിഞ്ഞാൽ എല്ലാം നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്ലോ, ഇപ്പോൾ നമ്മളെന്താ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മൾ നമ്മുടെ മേത്തൊരു കഥയായി, ഓക്കെ എന്നാൽ പിന്നെ എന്തായാലും കഥയായില്ലേ, മൊത്തം കഥ വെച്ചേക്കാം എന്ന് പറയുന്നൊരു സെറ്റപ്പാണ് സത്യം പറഞ്ഞാൽ ഞാൻ പണിയിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ ഒരു ദിവസം പോയില്ലേ, എന്നാൽ പിന്നെ നിർത്തിയേക്കാം എന്ന് പറയുന്നത്. പിറ്റേ ദിവസം ഒന്നും തുടങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നമുക്ക്. അത് ചെയ്യാൻ എന്തോ മനസ്സ് സമ്മതിക്കാറില്ല. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ആറ്റമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞൊരു ബുക്കിൽ വായിച്ച പോലെ, നമുക്കിപ്പോൾ ചെയ്യാൻ പോയില്ലെങ്കിലും 2 മിനിറ്റ് നേരത്തേക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്തിട്ടുണ്ട് അന്നത്തെ ദിവസം. അപ്പോൾ ലൈക്ക് നമ്മുടെ ഹാബിറ്റിൽ നമ്മൾ ആ സാധനം ചെയ്യുന്ന ഒരാളാണ് എല്ലാ ദിവസവും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ അതിലേക്ക് അരമണിക്കൂർ ചെയ്തില്ലേ പോലും നമ്മളത് ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് മേക്സ് എസ് എ പേഴ്സൺ ദാറ്റ് ഡസ് ദാറ്റ് ഡെയിലി. പിന്നെ ഞാൻ ചെയ്ത എല്ലാ ദിവസവും തലേ ദിവസമേ നാളെ എന്താ ചെയ്യേണ്ടത് എന്നൊരു പ്ലാനിങ് ഉണ്ടാക്കണം. എല്ലാ ദിവസവും തലേന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്, പിന്നെ ഞാൻ എല്ലാ വട്ടവും നോർമലി വീക്ക്ലി എന്താണ് ആ വീക്ക് കഴിക്കുന്നത് എന്ന് ലിസ്റ്റിട്ട് പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്. അത് 2 കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യും. ഒന്ന്, എന്തുണ്ടാക്കാൻ ആഴ്ച തലവെക്കില്ല ആ സമയത്ത്. എനിക്കതുണ്ട്, ഞാൻ ഒരു റെസിപ്പി തപ്പാൻ പോയിട്ട് പിന്നെ ഒരു മണിക്കൂർ പല നാട്ടിലെ എല്ലാ റെസിപ്പിയും കണ്ടിട്ട് ഞാൻ കുത്തിരിക്കും. സോ ലൈക്ക് നമുക്ക് എന്താ വേണ്ടത് നമുക്ക് ഓൾറെഡി ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നമില്ലല്ലോ. 2, നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ആഴ്ച ഏതൊക്കെ ഗ്രോസറിയാണ് മേടിക്കേണ്ടതെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നമ്മൾ മേടിക്കുന്ന ഗ്രോസറി വേസ്റ്റ് ആവത്തുമില്ല, നമുക്ക് എക്സ്ട്രാ അനാവശ്യമായിട്ട് നമ്മൾ കുറച്ച് ഓവറായിട്ട് സാധനം മേടിച്ച് നമുക്ക് ആ പൈസ പോകത്തുമില്ല. നമുക്ക് കൃത്യമായിട്ട് എന്താണോ വേണ്ടത് നമുക്ക് കൃത്യമായിട്ട് അത് മാത്രം മേടിച്ചാൽ മതി. പ്ലാനിങ്ങിന് ആ ഒരു ഗുണമുണ്ട്. സോ എല്ലാ ദിവസവും ഇപ്പോൾ ഞാനിന്നിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ രാവിലെ എനിക്കുമ്പോൾ ഒരു ടൈം പ്ലാനും ഇല്ലാണ്ട് ഞാൻ ഇറങ്ങുകയാണെങ്കിൽ മേ ബി ഐ ലൂസ് ട്രാക്ക് ഓഫ് ടൈം. ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ പറ്റില്ല. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ തോന്നി വഴിക്ക് വിട്ടാൽ ഞാൻ ചിലപ്പോൾ ഇപ്പോൾ നമ്മളൊരു ദിവസം 8-9 മണിക്കൂർ പണിക്ക് പോയിട്ടുണ്ടാകുമ്പോൾ നമുക്ക് ഏതൊക്കെ സാധനങ്ങൾ ഏതൊക്കെ സമയത്തിനുള്ളിൽ ചെയ്യണം നമുക്കൊരു പ്ലാനിങ് ഇല്ലെങ്കിൽ നമുക്കത് തീർക്കാൻ പറ്റില്ല ഈ പർട്ടിക്കുലർ ടൈം ഫ്രെയിമിനുള്ളിൽ. സോ തലേ ദിവസമേ നമ്മൾ പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എനിക്ക് എല്ലാ ദിവസവും പല സമയത്താണ് ഷിഫ്റ്റ്. ഓക്കെ ഇന്ന് എനിക്കിപ്പോൾ രാവിലെ 9 തൊട്ട് വൈകുന്നേരം 6 വരെ ആണെങ്കിൽ നാളെ എനിക്ക് ചിലപ്പോൾ ഉച്ചക്ക് 1 തൊട്ട് രാത്രി 10 വരെ ആയിരിക്കും. സോ നമുക്ക് കറക്റ്റായിട്ട് ഓരോ ദിവസം തലേന്ന് പ്ലാൻ ചെയ്ത് വെച്ചാലേ പോകാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഇത്ര മണിക്ക് ഇന്നത് ചെയ്യും എന്നൊരു ഒരു മാസത്തേക്ക് ഞാൻ ഇപ്പോഴേ ഒരു ടൈം ഫ്രെയിം മനസ്സിൽ വിചാരിച്ചാൽ ആ ടൈം ഫ്രെയിമിൽ എനിക്കത് വർക്കാവണം എന്നില്ല. സോ തലേ ദിവസമേ പ്ലാൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തില്ല എന്നുള്ളത് നമ്മൾ ട്രാക്ക് ചെയ്യണം. അപ്പോൾ ഒന്ന്, എനിക്കൊരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്. 2, എനിക്കൊരു പേപ്പറും പേരെടുത്ത് നമ്മളല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു ദിവസം എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല, എന്തൊക്കെ നന്നായിട്ട് പോയില്ല എന്നൊക്കെ നമ്മൾ എഴുതി വെക്കുന്നത് നമുക്ക് ആക്ച്വലി കുറച്ച് മോട്ടിവേഷൻ തരുന്നത്. എനിക്ക് പേഴ്സണലി അത് അത്യാവശ്യം നല്ല രീതിയിൽ മോട്ടിവേഷൻ തരുന്ന ഒരു സാധനമാണ്. സോ അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഒരു നല്ല ബുക്ക് മേടിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ചുകൂടി മോട്ടിവേഷൻ ഉണ്ടാവും ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ തലേ ദിവസം പ്ലാൻ ചെയ്ത് നമ്മൾ ചെയ്യുന്നതെല്ലാം പോയി നമ്മളൊരു പ്രോപ്പർ ട്രാക്കിൽ പോയി കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ ആ ട്രാക്കിൽ വന്ന് കയറി കിട്ടിയാൽ ഞാൻ ആ ഫ്ലോയിൽ പൊക്കോളും. സോ ആ ട്രാക്കിൽ കയറി കിട്ടുക എന്നുള്ളത് പറയുന്നതാണ് നമുക്ക് അൾട്ടിമേറ്റ് ടാസ്ക്. പിന്നെ ഇപ്പോൾ ഇതാണ് ശരിയാകും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം ഞാനിപ്പോൾ കുറച്ചധികം വട്ടം ഓരോ ചലഞ്ച് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഞാൻ പ്രോപ്പറായിട്ട് ഞാൻ ചെയ്ത് പോയിട്ടില്ല. സത്യം പറഞ്ഞാൽ 2025 തുടങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഒരു 21 ദിവസത്തേക്ക് ഒരു സാധനം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 21 ദിവസവും ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യത്തെ ഒരാഴ്ച ചെയ്തിട്ടുണ്ടാവും, മേ ബി 10 ദിവസം ചെയ്തിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് ഞാൻ ഈ കഴിഞ്ഞ 5 മാസത്തിനൊക്കെ ഞാൻ താണ്ടിയിട്ടില്ല. അപ്പോൾ ഈ 6ാമത്തെ മാസത്തിൽ ആദ്യത്തെ ദിവസം നമ്മളിത് കുറച്ച് പവർഫുള്ളായിട്ട് എടുക്കണം എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളീ പറഞ്ഞ 7 സാധനം നമ്മൾ ഈ 30 ദിവസം ചെയ്തിട്ട് നമ്മൾ എന്താകും എന്ന് നമുക്ക് കണ്ടറിയാം. നമ്മൾ ഈ 7 ദിവസം 30 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ 30 ദിവസം ചെയ്ത ആ ഒരു ഫ്ലോ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാനതങ്ങ് ചെയ്തോളും. പിന്നെ അങ്ങോട്ട് ആ ഫ്ലോയിലേ പൊക്കോളും. ആ ഫ്ലോയിലെത്തണം, എത്തിയേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. കാരണം നമ്മളിപ്പോൾ 5 മാസം ഓൾറെഡി ഈ കൊല്ലത്ത് വേസ്റ്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഈ 5 മാസം നമ്മൾ പക്കാ സിസ്റ്റമാറ്റിക്കായിട്ട് പോയില്ല. അതെനിക്ക് നല്ല നിരാശയുള്ള സാധനമാണ്. കാരണം 5 മാസം എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ ജനുവരി തൊട്ട് ഫെബ്രുവരി നാട്ടിൽ പോയി, പിന്നെ 4 മാസം ഉണ്ടായിരുന്നു ഞാൻ ഈ നാട്ടിൽ. ഞാൻ തിരിച്ച് വന്നിട്ട് 4 മാസമായി. 4 മാസത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാൽ എനിക്കൊരു ഐഡിയ ഇല്ല. എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഒരു അന്തവും ഒന്നും ഇല്ലാത്ത കാര്യമാണല്ലോ. സോ നമുക്കിത് ശരിയാക്കിയേ പറ്റൂ, വേറെ വഴിയില്ല. ഇത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന സാധനമാണ്. ഇത് ചെയ്താൽ എനിക്കല്ലാണ്ട് വേറെ ആർക്കും ഉപയോഗമില്ല എന്ന് പറയുന്ന സാധനം എനിക്കുണ്ടല്ലോ, കൊണ്ട് ചെയ്തേ പറ്റുള്ളൂ. നോ ഓപ്ഷൻ, നോ. ഇപ്പം നമുക്കിത് ചെയ്യുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് ഷോർട്ട് കട്ടൊന്നുമില്ല.
വേൾഡ് ഭയങ്കര കോമ്പറ്റീറ്റീവാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. കുറച്ചുകൂടെ കോമ്പീറ്റൻ്റ് ആവാനിരിക്കുന്നു എന്ന് പറയുന്നതാണ് സത്യം പറഞ്ഞാൽ സത്യം. പക്ഷേ ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഞാൻ പാതിരാത്രി ഷിഫ്റ്റും കഴിഞ്ഞ് വന്നിരുന്നിട്ട് ഇന്ന് വെളുപ്പാങ്കാലേ ഷിഫ്റ്റ് ഉണ്ടായിട്ട് ഇത് നടക്കാനുള്ള നേരത്ത് എണീറ്റ് ഇതിനിരിക്കാം എന്ന് പറയുന്ന ഒരു ഡിസിഷൻ ഞാൻ എടുക്കാൻ തീരുമാനിച്ചത് തന്നെ ഈസ് ആക്ച്വലി എ ബിഗ് സാധനം. ആ എഫേർട്ട് ഞാൻ ഇടാൻ തയ്യാറാണെങ്കിൽ ഇതിന് ബാക്കിയും ഞാൻ ഇടും, അല്ലെങ്കിൽ ഇടണം. സോ ആ കാര്യത്തിൽ ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നതിൻ്റെ കൂടെ ആർക്കെങ്കിലും ചെയ്യണം എന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഓക്കെ എന്നാൽ പിന്നെ ഞാനും എന്നൊരു സാധനം വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ പർപ്പസ് ഭയങ്കരമായിട്ട് ഫുൾഫിൽ ആയിട്ടുണ്ട്. ഒന്ന്, ഞാനിത് എനിക്ക് വേണ്ടിയാണ് ഇടുന്നത്. കാരണം ഇതിപ്പോൾ ഞാനിവിടെ ഇട്ടായത് എനിക്ക് തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ് ലയബിലിറ്റിയാണ്. അല്ല, കമ്മിറ്റ്മെൻറ്റ് ലയബിലിറ്റി അല്ല, റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു 30 ദിവസം കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ഇന്നതാണ് ചെയ്തത് എന്ന് പറയുക എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, 30 ദിവസം കഴിഞ്ഞ് പുല്ല് ഇത് വന്ന് കാണിക്കണമല്ലോ എന്ന് ഓർത്താണെങ്കിൽ പോലും ഞാനിത് ചെയ്തോളുമല്ലോ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് കണ്ട് ആർക്കെങ്കിലും ഒരാൾക്കോ 2 പേർക്കോ ആർക്കെങ്കിലും ഓക്കെ ഇത് കൊള്ളാമല്ലോ എന്നാൽ പിന്നെ ഞാനും ചെയ്തേക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഐ വിൽ ബി സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. ഓക്കെ ഞാൻ കാരണം ഒരാളും കൂടി ഇത് ചെയ്തു എന്ന് പറയുന്നില്ല. സോ ലെറ്റ്സ് ബി ഹാപ്പി ഓൺ ഇപ്പോൾ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും, ആൻഡ് ലെറ്റ്സ് ബി ഹാപ്പി ആൻഡ് നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ലോണം ചെയ്യും എന്ന് നമുക്ക് വിശ്വസിച്ചിട്ടുണ്ട്. നമുക്ക് നിർത്താം. ആൻഡ് ഞാൻ ആദ്യം ഇന്നത്തെ ദിവസം എന്തൊക്കെ നടന്നു എന്ന് കാണിച്ചു തരാം. പിന്നെ 30 ദിവസം കഴിഞ്ഞ് തിരിച്ചും വരാം. 30 ദിവസം കഴിഞ്ഞ് എന്തൊക്കെ ചെയ്തു, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ലൈക്ക് ഏതെങ്കിലും ഇപ്പോഴത്തെ പ്ലാനിൽ പ്രാക്ടിക്കൽ അല്ലാന്ന് തോന്നിയോ? ഒന്നും പ്രാക്ടിക്കലായിട്ട് തോന്നാൻ പാകത്തുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. ലൈക്ക് ഏറ്റവും ബേസിക് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. പക്ഷേ ആ ഏറ്റവും ബേസിക് ആൻഡ് സിമ്പിൾ കാര്യങ്ങൾ പോലും ലൈഫിൽ ഓർഡർ അല്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ 30 ദിവസം കഴിഞ്ഞ് എന്തൊക്കെ മാറ്റം ഉണ്ടായി, എന്തൊക്കെ ഗുണമുണ്ടായി, എന്തൊക്കെ ശരിയായില്ല, ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു വരും. ബൈ.